നിങ്ങളുടെ പേഴ്സൺ ഈ പേഴ്സന്റെ രാത്രികാല ചിന്തകൾ, നിങ്ങളെക്കുറിച്ചുള്ള ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മേ ബി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പലരും സെപ്പറേറ്റഡ് ആണെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമ്മച്വർ ആയിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ ചൈൽഡിഷ് ആയിട്ടുള്ളൊരു സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം. അവരുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ എടുത്തുചാട്ട സ്വഭാവം കൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പലർക്കും ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ പോകേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് ആ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ യൂണിവേഴ്സായിട്ട് നിങ്ങളെ ചേർത്ത് വെച്ചിട്ടുള്ള വ്യക്തികളാണ്. ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് ഈ ഒരു ലവേഴ്സ് കാർഡിലൂടെ നമുക്ക് വ്യക്തമാണ്. അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഏത് സമയത്തും സെയിം ഫീലിങ്സ് ആണ്, സെയിം തോട്ട്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരുപാട് കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ശരീരം തമ്മിൽ അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കണക്ഷനാണ്. മേ ബി നിങ്ങൾക്കിടയിൽ പലർക്കും ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും നിങ്ങളെയും അവരെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് പല കാര്യങ്ങളിലും. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേഷൻ ടൈമിൽ അവർ നിങ്ങളെ കമ്പയർ ചെയ്യുകയാണ്. അവർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ അവരിങ്ങനെ നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും വിലയിരുത്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അവർ നിങ്ങളും എത്ര ഹാപ്പി ആയിരുന്നു, ഇപ്പോൾ ഈ സെപ്പറേഷനിൽ എത്രമാത്രം അവർ സങ്കടപ്പെടുന്നു, അങ്ങനെ പല കാര്യങ്ങളും അവർ ഈ ഒരു സമയത്ത് കമ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഒരുപാട് സപ്രഷൻ ഫീൽ ചെയ്യാണ്. അതായത് ഓരോ സമയത്തും അവർ ട്രൈ ചെയ്യലുണ്ട് ഈ ഒരു സിറ്റുവേഷനിലൂടെ ആ ഒരു ഫ്ലോയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കലുണ്ട് എങ്കിൽ പോലും അവർക്ക് അവരുടെ ലൈഫിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് മറ്റ് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവർ ഒരുപാട് സപ്രസ് ചെയ്യലുണ്ട്. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അവർക്ക് ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ട്, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സെപ്പറേഷനും കൂടി ആയപ്പോൾ അവർ ഒത്തിരി ടയർഡ് അപ്പ് സിറ്റുവേഷനിലേക്ക് മാറിപ്പോവാണ്. ഓക്കെ, പല തവണ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരണമെന്ന് പല തവണ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവരെ ഒരു പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് അവർ തീരുമാനം എടുക്കുന്നതിൽ നിന്നും അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അവരെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി അവരുടെ ലൈഫിൽ മറ്റ് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അവരെ പല കാര്യങ്ങളിലും അവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് അവർക്ക് ഉണ്ടാവില്ല. എങ്കിൽ പോലും അവർ ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിനെ ഒരുപാട് സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചില സമയങ്ങളിൽ തോന്നും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരണം, എങ്കിൽ മാത്രമേ അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ. എന്നാൽ മറ്റ് ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഒരുപാട് മെന്റൽ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് വീണ്ടും ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഒരുപാട് സംഘർഷാവസ്ഥ അവർ ഫേസ് ചെയ്യുന്നൊരു സമയമാണ്. എസ്പെഷ്യലി നൈറ്റ് ടൈംസിൽ തന്നെ അവർക്ക് ഉറക്കം പോലും ഇല്ലാത്ത സാഹചര്യമാണ്. മേ ബി നിങ്ങൾക്കും ഈ സെയിം ഫീലിംഗ് ആയിരിക്കാം. കാരണം നിങ്ങൾ പലരും ട്വിൻ ഫ്ലെയിംസ് ആണ്, അല്ലെങ്കിൽ സോൾമേറ്റ് എനർജിയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ പേഴ്സൺ എന്താണോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിങ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്കും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസിൽ വരണം. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോകണം എന്നെല്ലാം അവർ പലപ്പോഴും പല രാത്രികളിലും അവർ ഡിസിഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡേ ടൈമിൽ എത്തുമ്പോൾ അവരുടെ ചിന്ത മാറിപ്പോവാണ്. വീണ്ടും അവർ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാത്ത സാഹചര്യം കൊണ്ടായിരിക്കാം അവർ കൂടുതൽ സമയവും സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. മേ ബി നിങ്ങൾ പല തവണ അവരോട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം,
പലതവണ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോഴൊന്നും അവര് നിങ്ങളെ അവഗണിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിപ്ലൈ അവർ തരാത്തതായിട്ടോ ഒക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവാം. അത് അവരുടെ ഈ മനസ്സിന്റെ സംഘർഷാവസ്ഥ കൊണ്ടാണ്. മേ ബി അവരുടെ ലൈഫിൽ അത്തരം ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിലനിൽക്കുന്നുണ്ടാവാം. നിങ്ങളോട് പറയാൻ കഴിയാത്ത എന്തൊക്കെയോ സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കണം അവര് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ കഴിയാത്തത് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ പലതവണ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പോലും അവരെന്തുകൊണ്ടാണ് നിങ്ങളോട് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കാത്തതും ആ പഴയ രീതിയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു യോജിപ്പ് ആ ഒരു രീതിയിൽ മുന്നോട്ട് വരാത്തത് എന്താണ് എന്ന് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു റീസൺ എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോടത് പറയാൻ കഴിയാത്ത സാഹചര്യവുമായിരിക്കാം. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്യുന്നൊരു സാഹചര്യമാണ്. അവർക്ക് അവരുടെ നിലനിൽപ്പ് തന്നെ ഒരു ട്രബിളിലാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ നിലനിൽപ്പ് തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് ചലഞ്ചിങ് ആയിട്ട് അവർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരു ശൂന്യത അവർക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു ഒരു എന്താണ് എല്ലാ ഈ ചക്രാസും അവർക്ക് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമാണ്. അവരുടെ അടിമുടി അവർ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് അവർക്ക് ഈ റിലേഷൻഷിപ്പ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാനോ പോലും കഴിയാത്ത അത്രമാത്രം ഒരു തകർച്ചയിലൂടെയുള്ള തകർച്ച പോലുള്ള സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും അവർക്കറിയാം അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരോടൊപ്പം ഉള്ള സമയത്ത് മാത്രമായിരുന്നു. ഇത്തിരിയെങ്കിലും അവർക്ക് ലൈഫിൽ ഹാപ്പിനെസ് കിട്ടിയിരുന്നത് നിങ്ങളും അവരും ഒരുമിച്ചുണ്ടായിരുന്ന ആ സമയങ്ങളിൽ മാത്രമാണ് എന്ന് ആ വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. അവർ പലപ്പോഴും ഒരു ഇല്യൂഷനിലാണ്, എപ്പോഴും ഒരു ഡ്രീം വേൾഡിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. അവരുടെ ഒരു റിയാലിറ്റി ചിന്തിക്കുന്ന സമയത്ത് അവരുടെ ലൈഫ് ഫുള്ള് എംപ്റ്റി ആണ്, അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ് ആണ്. പക്ഷെ നിങ്ങളോടുള്ള ആ ഒരു മെമ്മറീസ് ഉള്ള സമയത്ത് നിങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസിൽ മാത്രമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കളർഫുൾനെസ് അവരുടെ ലൈഫിൽ ഉണ്ടായത് എന്ന് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കലുണ്ട്. ഓക്കെ.